UAEയിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണിപ്പോൾ. 4ഓളം മിസൈലുകൾ UAEയുടെ നേരെ ഇറാൻ അയച്ചു എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 മിസൈലുകൾ അയച്ചതിൽ 3 UAEയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെന്നും അതേസമയം ഒരെണ്ണം നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെ നിലത്ത് പതിച്ചു എന്നുമാണ് UAEയിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ അതേസമയം തന്നെ UAEയുടെ എണ്ണ മേഖലകളിലേക്കാണ് ആക്രമണങ്ങൾ നടത്തിയത് എന്നും തീപിടുത്തമുണ്ടായി എന്നടക്കമുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതേ തുടർന്ന് UAEയുടെ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങളുണ്ടായി. UAE ഇസ്രായേലിനോടും അമേരിക്കയോടും പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല, ഞങ്ങൾ തിരിച്ച് പ്രത്യാക്രമണം നടത്തും എന്ന് UAE പറഞ്ഞിരിക്കുകയാണ്. ഓർക്കുക, ഇന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കപ്പലുകൾക്ക് തങ്ങൾ സുരക്ഷ ഒരുക്കുമെന്ന്. അതിനോട് വലിയ പ്രതികരണമാണ് ഇറാൻ നടത്തിയത്. ഇത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ്. ഇത് തീർച്ചയായിട്ടും ഇറാൻ വളരെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും എന്നൊക്കെ ഇറാൻ പ്രതികരിച്ചിരുന്നു. ഇതിനോടനുബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു, അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായി എന്ന്. അതിനോടനുബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു, ഏകദേശം 6ഓളം ഇറാൻ്റെ ഗൺബോട്ടുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ തകർത്തുവെന്ന്. എന്താണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘർഷ സാധ്യതയിലേക്ക് ഈ മേഖല ഇപ്പോൾ വിരൽ ചൂണ്ടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇസ്രായേൽ നിരന്തരമായി ഇപ്പോൾ പല ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, സൈന്യത്തോട് വളരെ ഹൈ അലേർട്ടിൽ ആയിരിക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കാരണം UAE ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിരുന്നു. UAE പറഞ്ഞത് ഇപ്രകാരമാണ്, ഞങ്ങൾക്ക് ലഭിക്കുന്ന അറിവനുസരിച്ച് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് 24 മണിക്കൂറിനുള്ളിൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ്. എന്താണെങ്കിലും ഈ മേഖലയിൽ സംഘർഷങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, UAEയിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അതും UAEയുടെ ഓയിൽ മേഖലകളിലേക്കാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. അതുമാത്രമല്ല, സൗദിയും UAEയും ഈ ആഴ്ച തന്നെ അമേരിക്കയോടും ഇസ്രായേലിനോടും ഇറാനിലേക്ക് ആക്രമണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്താണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ സംഘർഷ സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടത്, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വത്തിക്കാനിൽ ലിയോ 14 പാപ്പയെ കാണാൻ വേണ്ടി പോയതാണ്. ഓർക്കുക, ഇറാനിലേക്ക് ആക്രമണം നടത്തുമെന്നും ഇറാനെ പ്രാചീന ശിലായുഗത്തിലേക്ക് ഞങ്ങൾ എത്തിക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതിനെതിരെ വളരെ വലിയ പ്രതിഷേധമാണ് പോപ്പ് ലിയോ 14 പാപ്പ നടത്തിയത്. JD വാൻസ് അതിൻ്റെ കൂടെ ഇറാൻ ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തിരുന്നു. എന്ന് വെച്ചാൽ വെറുതെ പറയുന്നതല്ല ഡൊണാൾഡ് ട്രംപ്, അമേരിക്കയ്ക്ക് മറ്റൊരു പ്ലാൻ കൂടി, ആക്രമണത്തിൽ മറ്റൊരു പ്ലാൻ കൂടി അമേരിക്കയ്ക്ക് ഉണ്ട് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഓയിൽ മേഖലകൾ മുഴുവൻ സമ്പൂർണ്ണമായിട്ട് അടിച്ച് നിരത്തി ഒന്നുമില്ലാതാക്കുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു ആക്രമണം തന്നെയാണ് അമേരിക്ക വിഭാവനം ചെയ്യുന്നത്. ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, 2003 കാലഘട്ടത്തിൽ അമേരിക്ക ഇറാഖിലേക്ക് ആക്രമണം നടത്തിയ ആ സമയത്ത് ഏത് രീതിയിലുള്ള സൈനിക വിന്യാസമാണോ അമേരിക്ക ഈ മേഖലയിൽ നടത്തിയത്, അതേ രീതിയിലുള്ള സൈനിക വിന്യാസമാണ് ഇപ്പോൾ അമേരിക്ക ഇപ്പോഴും ഈ മേഖലയിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്കയുടെ എല്ലാ സൈനിക സംവിധാനങ്ങളും ഈ മേഖലയിൽ തുടരുന്നുണ്ട്. അമേരിക്ക വെടിനിർത്തൽ നടപ്പിലാക്കി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ഒരു മിലിറ്ററി അസറ്റുകളും അമേരിക്ക ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഇപ്പോഴും അമേരിക്കയുടെ ഡിസ്ട്രോയറുകൾ, യുദ്ധക്കപ്പലുകൾ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. വിമാനവാഹിനി കപ്പലുകൾ ഇവിടെ തുടരുകയാണ്. F-35 അടക്കമുള്ള, F-22 അടക്കമുള്ള, F-16 അടക്കമുള്ള പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ അടക്കമുള്ളവ ഇവിടെ തുടരുന്നു. എയർ ടാങ്കറുകൾ ഇവിടെ തുടരുന്നു. ഇവിടെയുള്ള ഇസ്രായേലിലെ ബെൻഗൂരിയൻ എയർപോർട്ട് അടക്കമുള്ള എയർപോർട്ടുകൾ സൈനിക താവളമായി ഇപ്പോഴും അമേരിക്ക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സൈനികരെ കൂടുതലായി ഈ മേഖലയിലേക്ക് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നു. ഈ മേഖലയിൽ യുദ്ധത്തിൻ്റെ സമയത്ത് ഈ മേഖലയിൽ ഇറാൻ ഏതൊക്കെ റഡാറുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഇറാൻ നശിപ്പിച്ചിരുന്നു അമേരിക്കയുടെ. പക്ഷേ അതിനുള്ള എല്ലാ ബദൽ സംവിധാനങ്ങളും ഇപ്പോൾ അമേരിക്കയുടെ രൂപപ്പെടുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇറാനുമായി ചർച്ചകൾ നടക്കുന്നു, അതുപോലെ ചർച്ചയ്ക്ക് തയ്യാറാണ്, ചർച്ച ചെയ്യാം എന്നെല്ലാം അമേരിക്ക പറയുമ്പോഴും മറ്റൊരു പ്ലാൻ ബി കൂടി ആക്രമണത്തിൻ്റെ ഒരു പ്ലാൻ ബി കൂടി അമേരിക്ക വളരെ ശക്തമായിട്ട് ഈ മേഖലയിൽ വിന്യസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ഏത് നിമിഷവും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിലേക്ക് ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. കാരണം ഇറാനുമായിട്ടുള്ള ആണവ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. ഇറാൻ ഒരിക്കലും ആണവ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് ആണവായുധം നിർമ്മിക്കുവാനുള്ള അവകാശമുണ്ട് എന്നാണ്. അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ്റെ കൈകളിൽ ആണവായുധം വരിക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. കാരണം ഇറാൻ എന്ന രാജ്യം ഇസ്രായേലിനെ സമ്പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ടയോടെ മുന്നേറുന്ന ഒരു രാജ്യമാണ്. അങ്ങനെയുള്ളൊരു രാജ്യത്തിൻ്റെ അടുത്ത് ഒരു ആണവായുധം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ബാക്കി ഉണ്ടാവുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏത് അർത്ഥത്തിലും ഇസ്രായേൽ ഒരിക്കലും ഇറാന് ഒരു ആണവായുധം ഉണ്ടാകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഇറാൻ്റെ ന്യൂക്ലിയർ അംബീഷൻസ്, ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാനുള്ള ഇറാൻ്റെ ആഗ്രഹം, അതുപോലെ തന്നെ ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കാനുള്ള ഇറാൻ്റെ പദ്ധതികൾ എല്ലാം തകർത്ത് തരിപ്പണമാക്കിയതിനു ശേഷം മാത്രമേ ഇസ്രായേൽ അടങ്ങുകയുള്ളൂ. അപ്പോൾ മാത്രമേ അമേരിക്കയും ഈ മേഖലയിൽ നിന്ന് പിന്തിരിയുകയുള്ളൂ.